നമസ്കാരം. 2 ദിവസം മുമ്പ്, അതായത് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഹൂത്തി വിമതർ ഇസ്രായേലിലേക്ക് ഒരു മിസൈൽ അയച്ചിരുന്നു. ലോകത്തെ ഏറ്റവും സുരക്ഷിത സംവിധാനമായ അയൺ ഡോം എല്ലാം സ്വന്തമായുള്ള ഇസ്രായേലിന് ഈ മിസൈൽ എങ്ങനെയാണ് അതിർത്തി കടന്ന് തങ്ങളുടെ റഡാറുകളുടെ എല്ലാം കണ്ണ് വെട്ടിച്ച് ഇസ്രായേലിലേക്ക് എത്തിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അമ്പരപ്പ് ഇനിയും മാറിയിട്ടില്ല. അങ്ങേയറ്റം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന അയൺ ഡോം സംവിധാനത്തെയൊക്കെ എങ്ങനെയാണ് ഹൂത്തി വിമതർ മറികടന്നത് എന്നാണ് ഇസ്രായേൽ അധികൃതർ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഹൂത്തികൾക്ക് സ്വന്തമായ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളില്ല. മിസൈൽ ഇറാനിൽ നിന്നായിരിക്കാം ഹൂത്തി വിമതർക്ക് ലഭിച്ചത് എന്ന് തന്നെയാണ് ഇസ്രായേൽ ഉറച്ചു വിശ്വസിക്കുന്നത്. തുഫാൻ എന്ന് ഹൂത്തികൾ വിളിക്കുന്ന ഈ മിസൈൽ യഥാർത്ഥത്തിൽ ഇറാനിൽ നിർമ്മിക്കുന്ന ഗാദിർ മിസൈലുകളാണ്. കഴിഞ്ഞ 25 വർഷമായി ഇറാൻ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന മിസൈലാണ് ഇത്. 2000 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ മിസൈൽ അയക്കാൻ കൃത്യമായി കഴിയും. യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്താൻ ഈ മിസൈലിന് 15 മിനിറ്റ് സമയം മാത്രം മതി. 650 കിലോഗ്രാം തൂക്കം വരുന്നതാണ് മിസൈൽ. വളരെ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയും എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നിലംപതിക്കും മുമ്പ് ഈ മിസൈൽ തകർക്കാൻ കഴിഞ്ഞു എങ്കിലും ഇതെങ്ങനെ ടെൽ അവീവ് വരെ എത്തി എന്നാണ് ഇസ്രായേലിന് ആശങ്ക ഉണ്ടാക്കുന്നത്. ജനവാസ മേഖലകളും സൈനിക സംവിധാനങ്ങളുമെല്ലാം തകർക്കാൻ ഇറാൻ ഈ മിസൈലാണ് വളരെ നാളായി ഉപയോഗിക്കുന്നത്. തുറസായ സ്ഥലത്ത് നിന്നാണ് ഈ മിസൈൽ വിക്ഷേപിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെല്ലാം അവരുടെ സാറ്റലൈറ്റ് സംവിധാനം ഉപയോഗിച്ച് ഇത് കണ്ടെത്താൻ കഴിയുമെന്നിരിക്കെ എങ്ങനെയാണ് മിസൈൽ യാതൊരു തടസ്സവും കൂടാതെ എല്ലാ സംവിധാനങ്ങളുടെയും കണ്ണ് വെട്ടിച്ച് ഇസ്രായേൽ അതിർത്തിയിലെത്തിയത് എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. മിസൈൽ ഇസ്രായേൽ ഭാഗത്തേക്ക് കുതിക്കുമ്പോൾ നിരവധി റഡാറുകൾക്ക് ഇത് സംബന്ധിച്ച സൂചന ലഭിക്കേണ്ടതാണ്. എന്നാൽ അങ്ങനെയും സംഭവിച്ചിട്ടില്ല. ചെങ്കടലിൽ അമേരിക്കയും ഇസ്രായേലും പടക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട്. അവയുടെ റഡാറുകൾ എന്തുകൊണ്ട് ഇത് കണ്ടെത്തിയില്ല എന്നതും ഇസ്രായേലിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ആരോ സിസ്റ്റം റഡാറുകൾക്ക് പോലെ ഈ മിസൈൽ കാണുന്നത് തടസ്സപ്പെടുത്താൻ എന്ത് സംവിധാനമാണ് ഉണ്ടായിരുന്നത് എന്നും ഇസ്രായേൽ പരിശോധിക്കുന്നുണ്ട്. ശരിക്കും തീക്കട്ടയിൽ ഉറമ്പരിക്കുക എന്ന നമ്മുടെ പദപ്രയോഗം പോലെയായി ഈ ഒരു സംഭവം. ഇസ്രായേലിനെ ഇത് വളരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും ശക്തമായ തോതിലുള്ള അയൺ ഡോം സംവിധാനം, അത് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അതീവ സൂക്ഷ്മമായിട്ടാണ് അവയെല്ലാം തന്നെ ഇസ്രായേൽ ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അവയുടെ എല്ലാം കണ്ണ് വെട്ടിച്ച് എങ്ങനെയാണ് ഈ മിസൈൽ ഇസ്രായേലിലേക്ക് കടന്നു കയറിയത് എന്ന് എത്ര ആലോചിച്ചിട്ടും ഇസ്രായേലിലെ സാങ്കേതിക വിദഗ്ധർക്ക് മനസ്സിലാകുന്നില്ല. ഹൂത്തി വിമതർക്ക് എന്തായാലും ഇതൊന്നും നിർമ്മിക്കാനുള്ള സ്ഥിതിയില്ല. ഇത് 100% ഉറപ്പാണ് ഇറാൻ നിർമ്മിച്ച് കൊടുത്തയച്ചത് തന്നെയാണ് എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. അതല്ലാതെ ഹൂത്തി വിമതരെ സംബന്ധിച്ച് അവർ വളരെ ചെറിയ നിലയിൽ മാത്രം തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ്. അവർക്ക് ഇത്രയും ശക്തി കൂടിയ മിസൈലൊന്നും വാങ്ങാനോ നിർമ്മിക്കാനോ ഉള്ള കഴിവില്ല എന്ന് ഇസ്രായേൽ നന്നായിട്ടറിയാം. പക്ഷേ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച്, എല്ലാ റഡാറുകളുടെയും കണ്ണ് വെട്ടിച്ച്, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ എല്ലാം കണ്ണ് വെട്ടിച്ച് ഇത് ഇസ്രായേലിൽ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്.